30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഒരു ഓസ്കാർ ജേതാവ് വന്നതിൽ ഒരുപാട് സന്തോഷം സർ, അതിലേറെ അഭിമാനവും. Thank you. Sir, as a chairman of this IFFK 30th edition, see how far are the changes have you seen from past these days? There's tremendous changes. Uh, I am not looking at the changes in IFFK. I am looking at the changes that IFFK has influenced in the industry. കഴിഞ്ഞ 10 വർഷത്തെ മലയാള സിനിമ എടുത്ത് നോക്കിയാൽ ഇന്ന് ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന, ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന മലയാള സിനിമകൾ ഉണ്ടാക്കിയത് ഇവിടുത്തെ ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരിൽ ഭൂരിപക്ഷം പേരും ഇഫ്കയുടെ ഡെലിഗേറ്റ്സുകളായിരുന്നു. ഇഫ്കെ എന്ന ഈ ഫെസ്റ്റിവലിന് ഇറ്റ് ഹാസ് എ റെയർ ഓപ്പർച്യൂണിറ്റി ടു ഷോക്കേസ് വൺസ് ദേ വർ ഡെലിഗേറ്റ്സ് ആൻഡ് ദെയർ ഫിലിംസ് ഹവ് ബീൻ ഷോക്കേസ്ഡ്. അത് ഇപ്പം സൺഡാൻസ് പോലുള്ളൊരു ഫെസ്റ്റിവലിന് സൺഡാൻസ് ലാബിൽ ചെയ്യുന്ന സിനിമകൾ ഒരുപക്ഷെ അവിടെ കാണിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇഫ്കയിൽ ഡെലിഗേറ്റായിട്ട് വന്നിട്ട് ഇവിടുന്ന് ലോക സിനിമയെ പരിചയപ്പെട്ട ആളുകൾ അവരുണ്ടാക്കിയ സിനിമ ഇവിടെ പ്രീമിയർ ചെയ്യുന്നു, കാണിക്കുന്നു. അത് ഇഫ്കയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു അപൂർവ നിമിഷമാണ്. അപ്പം ഇഫ്കെ മാറി, അല്ലെങ്കിൽ ഇഫ്കയിലാണോ മാറ്റം, ഇഫ്കയുടെ ഇൻഫ്ലുവൻസ് മുഖാന്തരം മലയാള സിനിമയ്ക്കാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്. അത് വളരെ റിമാർക്കബിളായിട്ടുള്ള മാറ്റമാണ്. അതിനിയും മുന്നോട്ട് പോകും. കാര്യം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വളരെയധികം ചലഞ്ചസ് ഉള്ള ഒരു ടൈമിലാണ്. അത് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ ആയാലും, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാകുന്ന മാറ്റങ്ങളായാലും, AVGC സെക്ടർ ഉണ്ടായിരിക്കുന്ന വളർച്ചയും ഒക്കെ നമ്മുടെ സിനിമയുടെ ഭാഷ്യത്തെ മാറ്റാൻ പോകുന്നതാണ്. അപ്പോൾ അത് ഒരു അക്കാഡമി എന്ന നിലയിൽ ആ അക്കാഡമിക്സ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ ഇഫ്കയ്ക്ക് ഇനിയുള്ള കാലം ഞാൻ കാണുന്നത് അക്കാഡമിക്സിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് വരുത്തേണ്ടി വരും, അക്കാഡമിക്സിലേക്ക് കൂടുതൽ ശ്രദ്ധ വരുത്തേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് എന്നെ സംബന്ധിച്ചോളം ഇഫ്കയുടെ ഫെസ്റ്റിവൽ നടത്തുക, മേളകൾ നടത്തുക, സ്റ്റേറ്റ് അവാർഡ് ഉണ്ടാക്കുക, അതൊക്കെ ഒരു ഓർഗനൈസേഷണൽ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാഡമി എന്ന് പറയുമ്പോൾ അതിനൊരു അക്കാഡമിക്സ് വേണം. അത് ഇതുവരെ അധികം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കുറേ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സീരിയസ് ആയ ആ ഒരു ഏരിയയിലേക്ക് അക്കാഡമി കടക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഒരു ചുമതലയും എൻ്റെ ഒരു വിഷനും എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ ഒരു സൗണ്ട് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ലീഡറായിട്ടൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ആസ് എ മെൻറ്ററായിട്ടാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ കാണുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2009 ആ ഓസ്കാർ നേടുന്ന സമയത്ത് സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ അത്രത്തോളം സിനിമ വേണ്ട രീതിയിൽ അംഗീകരിച്ചിരുന്നില്ല. ഒരുപക്ഷെ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ഓസ്കാർ കിട്ടിയതിന് ശേഷമാണ് സൗണ്ട് ഡിസൈനിന് ഒരു ഹോപ്പ് ഉണ്ടെന്നും അതൊരു വലിയ പ്രൊഫഷനാണെന്നും മലയാള സിനിമ പോലെയുള്ള ഇന്ത്യൻ സിനിമകൾ മനസ്സിലാക്കുകയും അതിൽ വേണ്ടത്ര ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ഓസ്കാർ കിട്ടിയിട്ട് ഞാൻ ഹോളിവുഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതിരുന്നത്? ഞാൻ ആദ്യം ലണ്ടനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റുഡിയോ എനിക്ക് ജോബ് ഓഫർ ചെയ്തു. ഞാൻ ആദ്യം അമേരിക്കയിൽ പോയപ്പോൾ എനിക്ക് ആ സ്റ്റുഡിയോ ജോബ് ഓഫർ ചെയ്തു. ഞാനതൊന്നും എടുക്കാതെ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? കാരണം നമുക്ക് വി ഹാവ് ടു ഇൻസ്പയർ അവർ നെക്സ്റ്റ് ജനറേഷൻ. പണം വരും പോകും. അപ്പം ജീവിതത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ലക്ഷ്യം. എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് സൗണ്ട് എന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്രയോ യുവാക്കൾ വന്നിട്ടുണ്ട്. എന്തുമാത്രം പഠനം അതിലേക്ക് പോയി. ഇന്ന് BSc ഇൻ സൗണ്ട് എഞ്ചിനീയറിങ്ങിൽ കോഴ്സസ് ഉണ്ട്. ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്രിയേറ്റീവ് സ്കില്ലിനെ പറ്റിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുന്നു. ഇതെല്ലാം എനിക്ക് റഹ്മാനും കിട്ടിയ ഒരു ഓസ്കറിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ്. അതൊരു ടെക്നിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിനിമ എന്നത് അപ്രാപ്യമായ ഒരു ശാഖയാണെന്നും അവിടെ വരുന്നവരെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളാണെന്നും സമൂഹത്തിലെ മിസ്ഫിറ്റുകളാണെന്നും എന്നും കരുതിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് just imagine the kind of the amount of the number of females today working in the film industry, in media altogether, you know. അപ്പോൾ അതെല്ലാം മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്സും. മീഡിയ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഇഫ്കെ പോലുള്ള ഒരു ഇവൻറ്റിൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഇവൻറ്റിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് അത് എന്തുമാത്രം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അറിയാൻ മേലാത്ത ഒരു ശാഖയെപ്പറ്റി നിങ്ങൾ പറഞ്ഞു, നിങ്ങളതിനെ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഇതെല്ലാം അക്കാഡമിക്സാണ്, ഇതെല്ലാം പഠനമാണ്, ഇതെല്ലാം അവയർനെസ്സിന് നമ്മൾ വരുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അതെൻ്റെ ഒരു വലിയ അതാണ് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ അതൊരു മെൻറ്ററായിട്ട് കാണുന്നുവെങ്കിൽ താങ്ക് യു വെരി മച്ച്. അപ്പം
Government of India asked me to set up institutions to where we can teach children about creative skills. So, Media and Entertainment's Skill Council has formed what we call IICS, Indian Institute of Creative Skills. ഞാൻ അതിൻ്റെ ഫൗണ്ടിങ് ചെയർമാനാണ്. അതായത് ക്രിയേറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇപ്പം IIT, IIM പോലെ, അതായത് ഒരു കുട്ടി ഇന്ന് ഒരു സ്റ്റുഡൻറ്റ് ഞാൻ സിനിമ പഠിക്കാൻ പോകുമെന്ന് പറയുമ്പം പേരൻസ് ജിറ്ററിയാണ്, അവർക്ക് പേടിയാണ്. ഈ കുഞ്ഞിന് എന്താ ഭാവി ഉണ്ടാകുമോ ജീവിതത്തിൽ, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഏൺ ചെയ്യുമോ എന്നുള്ള ആ ഒരു പേടി മാറ്റേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, എഡ്യൂക്കേഷൻ സെക്ടറിലുണ്ട്. അങ്ങനെയാണ് IICS ഉണ്ടാക്കുന്നത്. അത് സ്കിൽ മിനിസ്റ്ററുടെ കീഴിലാണ്. ഡൽഹിയിലെ ആദ്യത്തെ ക്യാമ്പസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പല യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ആക്കിയിട്ട് മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ത്യയിലുടനീളം IICS ക്യാമ്പസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. IFFK എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ തന്നെ വലിയൊരു ഉത്സവമായി മാറുകയാണ്. ഹൗ ക്യാൻ ബി റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹൗ എ ഗവൺമെൻറ് ഷുഡ് ഗീവ് എ ഗുഡ് റിലേഷൻ ടു ഡു എ ഗുഡ് ഫിലിം ഫെസ്റ്റിവൽ? ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയൊരു ഭാരിച്ച ചുമതലയാണ്. അത് നമ്മൾ മാത്രം ആലോചിച്ച കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യൂറേറ്റേഴ്സ് പലരും ഉണ്ട്. നമ്മൾ ഇൻ്റർനാഷണലി വെൽ നോണായ ക്യൂറേറ്റേഴ്സിന് നമ്മൾ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് അവർ ഇൻ്റർനാഷണൽ സിനിമ, ഇന്നത്തെ ഇൻ്റർനാഷണൽ സിനിമ എന്താണ് എന്നുള്ള സ്കാൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ IFFK ഇന്ന് എടുത്തു നോക്കിയാൽ ഇവിടെ കാണിച്ച 2 സിനിമകൾ, അതായത് കലൈഡോസ്കോപ്പിലെ ഓപ്പണിംഗ് ഫിലിം, നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ ഓപ്പണിംഗ് ഫിലിം, ഈ 2 സിനിമയും ഇന്ന് ഓസ്കറിൽ ഷോർട്ട് ലിസ്റ്റഡ് ആണ്. അതൊരു വലിയ കാര്യമല്ലേ? അതൊരു ജുബിലിയേഷൻ്റെ കാര്യമല്ലേ? അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങൾ തട്ടിക്കളയും. ദാറ്റ് ടുഡേ ദിസ് സ്മോൾ ഫെസ്റ്റിവൽ ഹാസ് ക്യൂറേറ്റഡ് 2 films that is at the Oscars is the biggest achievement, which means we are thinking globally. Yes. We are seeing things outside the spectrum of small Kerala. അല്ലേ? Yes. അപ്പം ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. മൊത്തം വിശകലനം നമുക്ക് ആവശ്യമാണ്. മൊത്തമായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ IFFK വിജയിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. 30ാമത് IFFK നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു ഇന്ത്യനെ ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. വൈ? ബിക്കോസ് ഇവിടെ നമുക്ക് ഇന്ത്യൻ കൾച്ചറിനോടൊപ്പം തന്നെ നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ ദേ ആർ ട്രൈയിങ് ലൈക്ക് നമ്മുടെ ഒരു കൾച്ചറും അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ദേ ആർ അഡാപ്റ്റിംഗ്, അവരുടെ കൾച്ചർ നമുക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദർ ഇസ് എ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസ്, കോൺവെർസേഷൻ ആൻഡ് മെമ്മറീസ്. സോ ഹൗ യു See, for me, every cinema is a cultural pie. You see, there's an adaptation of Kurosawa, of Shakespeare's work in Kurosawa, called Throne of Blood. When you see Throne of Blood, you're not seeing Shakespeare, you're seeing Japanese people. അല്ലേ? അതാണ് സിനിമയുടെ ഗുണം. പക്ഷേ നമ്മൾ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ ആ ലിറ്ററേച്ചർ ഉറച്ചു നിൽക്കുന്നത് ആ എഴുതിയ മിലിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ സിനിമയ്ക്ക് അതിന് പുറത്ത് പോകാൻ പറ്റും. ഒരു വിഷ്വൽ ട്രാൻസ്മിഷൻ കൊണ്ടുവരാം. നമ്മളൊരു സിനിമ കാണുമ്പം നമ്മളൊരു ജനതയെ അടുത്തറിയുകയാണ്, അവരുടെ വിഷമങ്ങൾ, അവരുടെ സ്ഥലങ്ങൾ. അപ്പോൾ ഘട്ടക്ക് പറഞ്ഞ കണക്ക് ദ മോർ നാഷണലിസ്റ്റിക് വി ഗോ ദ മോർ യൂണിവേഴ്സൽ വി ബിക്കം. അതാണ് സിനിമയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. ഇത്തവണ IFFKയിൽ റസൂൽ സാറിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം സാർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ദിസ് ഇയർ we had met with unprecedented challenges. So we had to take unprecedented decisions on those times. So it was quite an eventful 1 week for me. Not 1 week, it was an eventful fortnight for me actually. Starting from the visas to political clearance to the last 180 films. It's been quite a challenge. We sailed through. ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു IFFK ഉടനീളം? അത് IFFKയുടെ വിഷന് പിന്നിൽ വളരെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ് ഓഫ് കേരളയാണ്. നമ്മൾ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് ഫെസ്റ്റിവൽ ഫേസ് ചെയ്യുമ്പോഴും നിങ്ങളങ്ങനെ പേടിക്കേണ്ടതില്ല. സിനിമ കാണിക്കണമെങ്കിൽ നമ്മൾ കാണിക്കും. അതിനുള്ള കംപ്ലീറ്റ് ഫ്രീഡം ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഞങ്ങൾ തരുന്നു എന്ന് എനിക്ക് പേഴ്സണലായിട്ട് കത്തെഴുതാൻ ചങ്കൂറ്റം കാണിച്ച സഖാവ് പിണറായി വിജയനും സഖാവ് സജി ചെറിയാനും ഇരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. നിങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള പറയുന്നു എന്ത് വന്നാലും നമ്മളത് കാണിക്കും. അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പത്തി മടക്കി
ഒറ്റ രാത്രി കൊണ്ട് 12 സിനിമകൾ നമുക്ക് റാറ്റിഫൈ ചെയ്ത് തന്നത്. അത് ഏറ്റവും വലിയ നേട്ടമല്ലേ? അങ്ങനെ നിൽക്കുന്നൊരു സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് കേരള ഇഫ്കെ ഇങ്ങനെ നിലനിൽക്കുന്നതും മലയാള സിനിമ ഇങ്ങനെ നട്ടെല്ലുയർത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ലോക സിനിമകളിൽ നടക്കുന്ന മീ ടു മൂവ്മെൻറ്റും അതിനോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളും ഒരു ഗവൺമെൻറ്റും ലോകത്തിലെ ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത കാര്യങ്ങളാണ് കേരള ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഒരു ഫിലിം പോളിസി ഉണ്ടാക്കുക, ജുഡീഷ്യൽ ഒപ്പീനിയൻസ് ഫോം ചെയ്യുക, അതിനെപ്പറ്റി അനലൈസ് ചെയ്യുക, നമുക്ക് എവിടെയാണ് പാളിച്ച പറ്റിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക, അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എന്താണെന്ന് പഠിക്കുക, അതിന് രൂപരേഖ ഉണ്ടാക്കുക, എന്നിട്ട് അത് പോളിസിയാക്കി കൊണ്ടുവരിക. ഏത് ഗവൺമെൻറ് ചെയ്തു? ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആണല്ലോ ഹോളിവുഡ്. കാലിഫോർണിയൻ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തോ? കാലിഫോർണിയൻ ഗവർണർ എന്തെങ്കിലും ചെയ്തോ? പ്രസിഡൻസി എന്തെങ്കിലും ചെയ്തോ? ഇല്ല. UK ചെയ്തോ? ഇല്ല. ഫ്രഞ്ച് ഗവൺമെൻറ് ചെയ്തോ? ഇല്ല. ലോകത്തിലെ ഏത് ഗവൺമെൻറ് ചെയ്തു? പറയൂ, ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആണല്ലോ, ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ ഇൻഡസ്ട്രി ആണല്ലോ ഫ്രഞ്ച് ഇൻഡസ്ട്രി. അവിടുത്തെ ലിറ്ററേച്ചർ, അവിടുത്തെ ഫിലോസഫി, അവിടുത്തെ സിനിമ ലോകം ഉറ്റുനോക്കുന്നതാണല്ലോ. ആരെങ്കിലും ചെയ്തോ? ഡിഡ് എനിബഡി സ്റ്റുഡ് അപ്പ് ആസ് okay, this is what we have to do, this is what we have to correct, we have to honor our sisters, our brothers, our mothers honor we have to uphold എന്ന് ഏതെങ്കിലും ഇൻഡസ്ട്രി, ലോകത്തിലെ ഏതെങ്കിലും ഇൻഡസ്ട്രി പറഞ്ഞോ? മലയാള സിനിമയല്ലാതെ ഹിന്ദി സിനിമ പറഞ്ഞോ? ഇല്ലല്ലോ. കന്നഡ സിനിമ പറഞ്ഞോ? തെലുങ്ക് സിനിമ പറഞ്ഞോ? ഇവരൊക്കെയല്ലേ ഇവിടെ റൂൾ ചെയ്യുന്ന ആൾക്കാർ അല്ലേ? തെലുങ്ക് സിനിമ ഈസ് ബിഗർ ദാൻ ഹിന്ദി സിനിമ. അവർ പറഞ്ഞോ? ഇതൊന്നും അവിടെ ഇല്ല. You should be a fool to say that it's not there. ഇത് സിനിമയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് സമൂഹത്തിലെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ്. അതായത് ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെ ആയിരിക്കണം, അവിടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം എങ്ങനെ ആയിരിക്കണം, സെക്ഷൽ മിസ്കോണ്ടക്റ്റ് എങ്ങനെ തടയാം. ഇപ്പം ഏത് ഫീൽഡ് എടുത്ത് നോക്കും, IT ഫീൽഡ് എടുത്താലും മെഡിക്കൽ ഫീൽഡ് എടുത്താലും എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ഒരു ഗവൺമെൻറ് ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ അതൊരു ഒരു സാമ്പിൾ ഇൻഡസ്ട്രി മാത്രം എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അക്കാര്യത്തിൽ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അതിനെ നിങ്ങൾ വെൽക്കം ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് കുറ്റം പറയാം, വിമർശിക്കാം, അതെല്ലാം കറക്റ്റീവ് മെഷേഴ്സായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇങ്ങനെ സാർ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു കേസിനും അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ഥിരതയാർന്ന നട്ടലുള്ള ഒരു മറുപടി എടുത്ത ഒരു സർക്കാരുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിലെയും നമ്മുടെ നാട്ടുകാരുടെയും സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കാരുടെയും സന്തോഷവും അഭിമാനവും. സാർ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് നല്ല മാറ്റങ്ങൾ രാജ്യാന്തര IFFK ഉണ്ടാവും എന്നുള്ളൊരു വാഗ്ദാനം കൂടെയാണ് റിപ്പക്കുട്ടി സാർ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി വന്നത്. ലോങ് ലിവ് സിനിമ. ഫ്രം ദ റൂട്ട്സ് ഓഫ് ദി മലയാളം there comes a personality. Thank you so much, sir. Thank you.